ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനുവും അലീനയും കൂടി രേവതിക്കുട്ടിയെ കാണാൻ പോകുന്നു. അവിടെ ആ വീട് കാണുമ്പോൾ തന്നെ മനുവിനാകെ ഷോക്കാവാണ് കേട്ടോ. ഇതാണോ വീട്? ഇത് വലിയ ബംഗ്ലാവാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, അതെ മനുവേട്ടാ, ഇതേ 3 നില കെട്ടിടാ, കൈതക്കൽ മാളിക വീടൊക്കെ 2 നിലയല്ലേ ഉള്ളൂ എന്ന്. അത് കേൾക്കുമ്പോൾ മനു പറയും, അയ്യോ ഞങ്ങൾ പാവങ്ങൾ, ജീവിച്ചു പൊക്കോട്ടെ, പാവങ്ങൾ, ദരിദ്രവാസികൾ, പൈപ്പ് വെള്ളം കുടിച്ച് ജീവിക്കുന്നവർ എന്നും പറഞ്ഞ അലീന അവിടെ ഇരുന്ന് ചിരിക്കുവാ. പിന്നെയും മനു ഒന്നും കൂടി നോക്കിയിട്ട് പറയും, ശരിക്കും ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ നടുവിൽ ഒരു വീട്, ഇതേതായാലും ഇവിടെ ഉണ്ടാക്കിയതായിരിക്കാൻ സാധ്യതയില്ല, മറ്റെവിടെന്നെങ്കിലും ഉണ്ടാക്കിയിട്ട് ഒരു കപ്പലിലാക്കി ഇവിടെ കൊണ്ടുവന്നതായിരിക്കും എന്ന് പറയുമ്പോൾ അലീന പറയും, ഇതിവിടെ ഉണ്ടാക്കിയതായി തന്നെയാണ് മനുവേട്ടാ, ഒരു കണ്ടുപിടുത്തം വന്നിരിക്കുന്നു, ഒന്ന് പുറത്തിറങ്ങിയെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ മനു പറയും, എങ്കിലും എന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ട് ഈ വീടിനെന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ അലീനയ്ക്ക് മനസ്സിൽ മുഴുവൻ വേറെ ആലോചനകളാട്ടോ. അലീന പറയും, അതെ, നമ്മൾ 2 പേരെയും കൂടി ഇങ്ങനെ കണ്ടാൽ അവരെന്ത് വിചാരിക്കുമെന്ന്. അപ്പോൾ മനു പറയും, എന്ത് വിചാരിക്കാനാ? അവർ വിചാരിക്കും നമ്മുടെ കല്യാണം കഴിഞ്ഞെന്ന്. അതിൽ കൂടുതലൊക്കെ എന്ത് വിചാരിക്കാനാണോ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന ഒരു നാണം കൊണ്ടൊരു നോട്ടാട്ടോ. അയ്യോ എൻ്റെ അമ്മേ, നോക്കി പേടിപ്പിക്കാതെ, ഞാനേ അവർ വിചാരിക്കാവുന്ന സാധ്യത പറഞ്ഞു എന്നേ ഉള്ളൂ, അതിന് നീ എന്നെ കണ്ണുകൊണ്ട് കുത്തി കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ജോസ് കുട്ടി അങ്ങോട്ടേക്ക് വരുന്നു. ഹായ് അലീന, രേവതിക്കുട്ടിയെ കാണാൻ വന്നതായിരിക്കില്ലേ, ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഇത് മനുശങ്കർ, എൻ്റെ അങ്കിളിൻ്റെ മോനാന്ന് പറയാണ്. അവിടെയോ അങ്കിൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ, എനിക്ക് 3 അങ്കിളുണ്ട്, അതിലൊരാളാ ഇത്, ഞങ്ങളൊക്കെ മനുവേട്ടൻ എന്നാ വിളിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ഇന്ന് ക്ലാസ്സിന് പോയിട്ടില്ല, വീട്ടിലുണ്ട് എന്ന് പറയാണ് കേട്ടോ. നിങ്ങൾ അങ്ങ് ചെല്ലുന്ന് പറയുമ്പോൾ ഇവർ 2 പേരും കൂടെ വീട്ടിലേക്ക് കയറാണ്. ആ സമയത്ത് മനു പറയും, ഈ വീട്ടിലെ സ്റ്റാറാണല്ലേ അപ്പോൾ രേവതിക്കുട്ടിയെന്ന്, ആ സ്ഥാനം അവൾ സ്നേഹം കൊണ്ട് പിടിച്ചെടുത്താന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ രേവതിക്കുട്ടി വന്നിട്ട് വാതിൽ തുറക്കാണ്. അലീനയും മനുവിനെയും കണ്ടിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ. അലീനയെ അങ്ങ് കെട്ടിപ്പിടിക്കാണ്. ചേച്ചി എന്താ വരുന്നത് പറയാതിരുന്നത്? അത് നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു, നല്ല സർപ്രൈസാ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയോട് തന്നെ കേട്ടോ സംസാരിക്കുന്നത്. പെട്ടെന്നായിരിക്കും മനുവിനെ ശ്രദ്ധിക്കുന്നത്. അയ്യോ സോറി മനുവേട്ടാ, ഞാൻ പെട്ടെന്ന് ചേച്ചിയെ കണ്ടപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ മനു പറയും, അതൊന്നും കുഴപ്പമില്ല, എങ്കിൽ ഉള്ളിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് 2 പേരെയും വിളിച്ചുകൊണ്ട് പോവാണേ. അപ്പോഴും നമ്മുടെ മനു ശ്രദ്ധിക്കുന്നത് ആ വീട് തന്നെയാണ് കേട്ടോ. എന്നിട്ട് പറയും, അടിപൊളി വീട്, ഇത് എൻ്റെയാന്ന് പറയാൻ കേട്ടോ രേവതിക്കുട്ടി. ആണോ? അതേന്നെ, മനുവേട്ടന് വിശ്വാസമായില്ലേ, ഇതൊക്കെ എൻ്റെ വീടാ, അങ്കിളും ആൻറ്റിയും എന്നെ അടിച്ചിറക്കുന്നത് വരെ ഇതെൻ്റെ വീട് തന്നെയാ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 3 പേർക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ഇത്രയും വലിയ വീടെന്ന് ചോദിക്കട്ടോ മനു. അത് പിന്നെ ഞാൻ കല്യാണമൊക്കെ കഴിച്ചാൽ എനിക്ക് കുറേ കൊച്ചുങ്ങളൊക്കെ ആവുമല്ലോ, അപ്പോൾ ഈ വീട്ടിൽ നിറയെ ആളുകളാവല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീന പറയും, എടി നിനക്ക് നാണില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ, അവരൊന്നും കേൾക്കണ്ട എന്ന് പറയുമ്പോഴേക്കും ഗ്രേസിയമ്മ കേട്ടോണ്ട് വരാൻ കേട്ടോ. അതെ, ഞാനൊക്കെ കേട്ടു എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ മനു പറയും, ആൻറ്റി നമ്മളെ അന്ന് ഫോർട്ട് കൊച്ചിയിൽ ബീച്ചിൽ വെച്ച് കണ്ടില്ലേ, എന്നെ മറന്നു കാണുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ മറക്കാനാ, ഈ രേവതി കൊച്ചുണ്ടല്ലോ, അവൾക്ക് 24 മണിക്കൂറും അലീനേച്ചി മനുവേട്ടൻ അലീനേച്ചി, നിങ്ങളുടെ സംസാരം മാത്രമേ ഉള്ളൂ ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടി ചിരിക്കുകയാണ്. എന്നിട്ട് മനു പറയും, അതെ ആൻറ്റി, ഞാനേ അലീനയെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ, എനിക്ക് ഓഫീസിലേക്ക് പോകണമായിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇപ്പം അങ്ങ് പോവണ്ട, കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോവാന്നേ. എടി രേവതിക്കുട്ടി, ഇവരെങ്ങനെ നിർത്തിയാൽ മതിയോ, നീ ചായ എടുക്കുമെന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി അലീനയും കൊണ്ടാണ് കേട്ടോ പോകുന്നത് ചായ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രേസിയമ്മ മനുവിനോട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറയും. എന്നിട്ട് പറയും, അല്ലേലും വേണ്ട, നമുക്കും അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. അപ്പോൾ അങ്കിൾ എന്തേലും ചോദിക്കുമ്പോൾ ഷേവ് ചെയ്യാട്ടോ, ഇപ്പൊ വരും എന്ന് പറയും. അപ്പോഴേക്കും മാമച്ചായനും കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ മാമച്ചായനോട് മനു ചോദിക്കും, എന്തൊക്കെയുണ്ട് അങ്കിളെ ഇവിടുത്തെ വിശേഷം എന്ന്. ഇവിടെ രേവതിക്കുട്ടിയെ കോളേജിലൊക്കെ ചേർത്തിയിട്ടുണ്ട്, അലീന പറഞ്ഞിട്ട് അവിടുത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. വൈജയന്തിമാല ആക്സിഡൻ്റ് ആയതൊക്കെയെന്ന് പറയുമ്പോൾ വൈജയന്തി മാലയോ? വൈജയന്തി അത്രയേ ഉള്ളൂ അങ്കിൾ എന്ന് പറയാൻ കേട്ടോ മനു. വൈജയന്തി മാല എന്നുള്ളതേ രേവതിക്കുട്ടി പറഞ്ഞിട്ട് അങ്ങനെ പഠിച്ചു പോയതാന്ന് പറയാൻ കേട്ടോ മാമച്ചായൻ. അപ്പോഴേക്കും ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അവൾ അങ്ങനെ പറയത്തുള്ളൂ എന്ന്. അലീനയെ തട്ടിക്കൊണ്ടുപോയ വിവരം അറിഞ്ഞു. എന്തിനാ ഇവളുടെ അമ്മയ്ക്കും ആങ്ങളമാർക്കും അലീനയോട് ഇത്ര കലിപ്പ് എന്ന് ചോദിക്കുമ്പോൾ മനു പറയും, അതൊക്കെ വലിയ സംഭവം അങ്കിൾ, അതൊക്കെ പറയാൻ നിന്നാലേ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു പറയും, എന്തിനാ ഏറ്റവും വലിയ ഡിമാൻഡ് എന്ന് ചോദിക്കുക. അപ്പോൾ മാമച്ചായൻ ചോദിക്കും, എന്തിനാന്ന്? നമുക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാൻ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ, അത്രയും മതിയല്ലേ എന്ന് പറയുമ്പോൾ ഗ്രേസിയമ്മ പറയും, അതെ അത്രയും മതിയെന്ന്. എന്നിട്ട് ആർക്കെങ്കിലും തൃപ്തി ആയിട്ടുണ്ടോ? ഇല്ല. ഒരു നല്ല ജീവിതം കിട്ടി, നല്ല ഭർത്താവിനെ കിട്ടി, നല്ല ശമ്പളമുള്ള ജോലി കിട്ടി, നല്ല കുട്ടികളുണ്ടായി, എന്നിട്ട് അവർക്ക് തൃപ്തിയാവുന്നുണ്ടോ? ഇല്ല. അവളെ എങ്ങനെ വീഴ്ത്താം, അവിടെ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാന്നൊക്കെ ആലോചിച്ച് നടക്കുകയാണ്. അങ്കിളെ, സുഖങ്ങൾ ആർക്കും ഷെയർ ചെയ്യാനൊന്നും താല്പര്യം ഉണ്ടായിരിക്കില്ല,
പക്ഷേ ദുഃഖങ്ങൾ അടിച്ചേൽപ്പിക്കാൻ എല്ലാവരും മിടുക്കര എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതിക്കുട്ടിയും അലീനയും കൂടി ചായ ഉണ്ടാക്കി കൊണ്ടുവരിക കേട്ടോ. മനുവിൻ്റെ സംസാരം കേൾക്കുമ്പോഴേ നമ്മുടെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, വന്ന ഉടനെ മൈക്ക് കയ്യിലെടുത്തോ മനുവേട്ടൻ? അല്ല, ഞാനൊരു ഫിലോസഫി പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഗ്രേസിയമ്മ പറയുന്നുണ്ട് മനു പറഞ്ഞതൊക്കെ കറക്റ്റ് ആണെന്ന്. അപ്പോൾ നമ്മുടെ അലീന ചോദിക്കും, എന്താ മനുവേട്ടൻ പറഞ്ഞത്, ഞങ്ങളാരും കേട്ടില്ലല്ലോ എന്ന്. അല്ല, കടപ്പാട്ടൂരും കൊല്ലപ്പള്ളിയും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറയാണേ. അപ്പോഴേക്കും ഗ്രേസിയമ്മ അലീനയോട് പറയും, അലീന എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കിളിമാനൂരിൽ നിന്ന് ഇവളെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നായിരുന്നു. അവർ ഇവളുടെ മുത്തശ്ശനാന്ന് പറഞ്ഞത്. കേട്ട കാര്യങ്ങളൊക്കെ വെച്ച് സത്യമാവാനാണ് സാധ്യത എന്ന് പറയുമ്പോൾ, അതെയോ, എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ, എന്നിട്ട് നിങ്ങൾ അവിടെ പോയോ എന്ന് ചോദിക്കട്ടോ അലീന. അതെ, കാണാൻ പോയി. അതാ പറഞ്ഞത്, കേട്ട കാര്യങ്ങൾ ഇവളുടെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ക്യാൻസറാണ് ആൾക്കെന്ന് പറയും. ഇവളെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാമച്ചൻ പറയുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയും, അതെ ഞാൻ അവരുടെ കൂടെ അങ്ങ് പോയാലോ എന്ന് രണ്ടിനും പേടിയാന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ഗ്രേസിയമ്മ പറയും, ആ നിനക്ക് വേണമെങ്കിൽ പൊക്കോടി, ഞാൻ വിചാരിച്ചോളാം. നന്ദിയില്ലാത്ത ഒന്നിനെയാണ് ഞാൻ ഇവിടെ സ്നേഹത്തോടെയും ലാളനയോടും കൂടി നിർത്തിയിരുന്നത് എന്ന് പറയുമ്പോൾ മനു പറയും, അടിപൊളി എന്ന്. അപ്പോഴേക്കും അലീനയുടെ തോളത്ത് ചാരിയിട്ട് പറയും, ചേച്ചി എന്നെ എവിടുന്ന് തല്ലിക്കൊന്നാലും ഞാൻ പോകത്തില്ല എന്ന്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗ്രേസിയമ്മയ്ക്കും മാമച്ചായനും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിനുശേഷം രേവതിക്കുട്ടിയുടെ റൂം കാണിക്കാനായിട്ട് മനുവിനെയും അലീനയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ മനു പറയും, എടി എന്തടി ഇത്, 5 സ്റ്റാർ ഹോട്ടലിലെ സെറ്റപ്പ് ആണല്ലോ എന്ന്. അതേ മനുവേട്ടാ, നീ ഇതിൻ്റെ ഓണറാണോടി എന്ന് ചോദിക്കുമ്പോൾ, അതെ, താഴെയുള്ള 2 ആത്മാക്കൾ പറഞ്ഞു വിടുന്നത് വരെ അവർ പറഞ്ഞ് പുറത്താക്കിയാൽ ഞാൻ പിന്നെ പിച്ചക്കാരിയാന്ന് പറയണേ. പിന്നെ എന്നെ ഇവിടുന്ന് പുറത്താക്കി കഴിഞ്ഞാൽ എനിക്കാരും ചോദിക്കാനും പറയാനും ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കണ്ട. ആൻറ്റി പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ അലീന പറയും, അവർ പറഞ്ഞതൊക്കെ സത്യമാണോടി, എന്നിട്ടെന്താ നീ എന്നെ വിളിച്ച് പറയാതിരുന്നേന്ന്. അപ്പോൾ പറയും, എന്നെയും അമ്മയെയും ഉപേക്ഷിച്ച് പോയതല്ലേ, എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാ ചേച്ചിയോട് പറയാഞ്ഞേന്ന്. നിന്നെ ഇവിടെ ആരാ കാണാൻ വന്നേ മോളെ എന്ന് അലീന ചോദിക്കുമ്പോൾ, ആ എനിക്കറിഞ്ഞൂടെ, ഒരു കിളവനാ എന്ന് പറയുമ്പോൾ അലീന ചെറിയൊരു അടി വെച്ചു കൊടുക്കൂട്ടോ. എന്നിട്ട് പറയും, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അവരൊക്കെ നമ്മുടെ പ്രായം കഴിഞ്ഞിട്ടാണ് ആ ഒരു പ്രായത്തിൽ എത്തിയിരിക്കുന്നത്, അത് നീ ഓർക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി മനുവിനോട് പറയും, നോക്ക് മനുവേട്ടാ, ചേച്ചി എന്നെ അടിച്ചു എന്ന്. ആ അതിന് ഞാൻ ചേച്ചിയുടെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുക എന്ന് പറയട്ടെ മനു. അപ്പോൾ രേവതിക്കുട്ടി പറയും, അല്ലേലും എനിക്കറിയാം മനുവേട്ടൻ എപ്പോഴും ചേച്ചിയുടെ സൈഡാണെന്ന് എന്ന് പറയുമ്പോൾ, നിന്ന് കൊഞ്ചാതെ നീ കാര്യം പറയടി, ആരാ ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ മനു അവര് നിന്നെ തേടി വന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് എൻ്റെ അമ്മയെയും എന്നെയും ഉപേക്ഷിച്ച് പോയ മനുഷ്യനല്ലേ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാണ്. അപ്പൊ അലീന പറയുന്നുണ്ട്, അങ്ങനെയല്ല മോളെ, അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം അനുഭവിക്കാനും വേണം ഒരു ഭാഗ്യം, അതെല്ലാവർക്കും കിട്ടത്തില്ല. നിനക്കിപ്പോ അച്ഛനും മുത്തശ്ശനും ഉണ്ട്, അപ്പൊ നീ അവഗണിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അലീനയുടെ കാര്യമാണ് കേട്ടോ രേവതിക്കുട്ടി പറയുന്നത്. അലീനേച്ചിക്കും ഉണ്ടല്ലോ അമ്മയൊക്കെ, എന്നിട്ടിപ്പോൾ എന്തായി, അമ്മയെന്ന് വിളിച്ച് ചെന്നപ്പോഴേക്കും പിശാചിനെ പോലെ എന്നൊക്കെ പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ അലീന സംസാരിച്ച് മനസ്സ് മാറ്റുന്ന രേവതിക്കുട്ടിയുടെ. നീ അയാളെ അവിടെ കാണാൻ ചെന്നപ്പോൾ അയാളുടെ രോഗത്തിന് പോലും കുറച്ച് ശമനം കിട്ടിയിട്ടുണ്ടാവും. എന്ത് കാരണത്തിലാണ് നിങ്ങളെ ഉപേക്ഷിച്ചതെന്ന് നമുക്കറിയില്ല, ആരെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുന്നതല്ലേ നമുക്കറിയത്തുള്ളൂ, അത് തന്നെ ശരിയാണോന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കാൻ എന്തെങ്കിലും വലുതായിട്ടുള്ള കാരണം ഉണ്ടായി കാണും. ഇപ്പോൾ തന്നെ രേവതിക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് അവരെന്തുമാത്രം അലഞ്ഞു തിരിഞ്ഞ് നടന്നു കാണും, അതിന് ശേഷമായിരിക്കില്ലേ നിന്നെ കണ്ടിട്ടുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടിയുടെ മനസ്സ് കുറച്ച് അലിയുന്നുണ്ട്. പിന്നീട് അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ നിന്നെ തന്നെ കാണാൻ വന്ന ആ മുത്തശ്ശനില്ലേ, അയാൾ ആ പ്രായത്തിൽ ഇവിടെ വരെ വന്നില്ലേ, ആ സമയത്ത് നിന്നെ കണ്ടപ്പോൾ എന്തുമാത്രം സന്തോഷം തോന്നിയിട്ടുണ്ടാവും ആ മുഖത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി അയാൾ വന്നതും അയാളിങ്ങനെ നോക്കി നിന്നതൊക്കെ ഓർക്കുക കേട്ടോ. അവരിനി വിളിച്ചാൽ മോള് തിരികെ വിളിക്കണം, നിന്നെ കാണണം എന്ന് പറഞ്ഞാൽ കാണാൻ ചെല്ലണം, ഇനി ആ മുത്തശ്ശൻ വന്നാൽ മുത്തശ്ശ എന്നൊരു വാക്ക് വിളിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ രേവതിക്കുട്ടി അങ്ങ് കരഞ്ഞു പോവാണ് കേട്ടോ. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ ചേച്ചി എന്നും പറഞ്ഞു. അപ്പോൾ സാരല്ല എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണേ.